ഏതൊരു വീട്ടമ്മമാരായാലും ഇപ്പം നോക്കുന്നത് വീട്ടിലിരുന്നിട്ട് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ബിസിനസ് ഉണ്ടോ എന്നുള്ള കാര്യങ്ങളാണ്. അപ്പോൾ പലർക്കും സ്റ്റിച്ച് ചെയ്യാൻ അറിയില്ല, ഇനിയിപ്പോൾ സ്റ്റിച്ച് ചെയ്യാൻ പഠിച്ചിട്ട് ഇനിയിപ്പോൾ എങ്ങനെയെന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയുള്ളവർ റെഡിമെയ്ഡ് ആയിട്ടുള്ളത് എടുത്തിട്ട് സെയിൽ ചെയ്യാൻ പറ്റുന്ന റീസെല്ലിങ്ങിനെ കുറിച്ചെല്ലാം കഴിഞ്ഞ വീഡിയോകളിലൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. നൈറ്റിൻ്റെ പിന്നീട് ഇറക്കാതിരുന്നിട്ടല്ല, പക്ഷേ അതിൻ്റെ വീഡിയോസും കാര്യങ്ങളും ഇടാനുള്ളൊരു ടൈം കിട്ടിയിട്ടില്ല. ഒന്നാമത്തെ ഓണത്തിൻ്റെ ബിസിനസ്സും അതിൻ്റെ കൂടെ നബിദിനത്തിൻ്റെ വീട്ടിലെ തിരക്കുകളും കുട്ടികളൊക്കെ നബിദിനത്തിന് പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ പഠിക്കാനും അതും ഇതും ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് പിന്നീട് നൈറ്റിൻ്റെ വീഡിയോ ഇടാതിരുന്നത്. ഒരുപാട് പേര് മെസ്സേജ് അയച്ചു, ഞങ്ങളൊക്കെ പറഞ്ഞ് പിരിയേറ്റി തുടങ്ങിച്ചിട്ട് ഇപ്പോൾ ഇത്താൻ്റെ വീഡിയോ കാണില്ല, ഇപ്പോൾ ഇതിനെക്കുറിച്ചുള്ള വീഡിയോ നിർത്തിയോ എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ ഇത് നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു സംഭവമാണ് ഈ ടൈലറിങ്. എന്ത് ടെൻഷൻ ഉണ്ടെങ്കിലും ആ മെഷീൻമേൽ ഇരുന്നിട്ട് ഒന്നുമില്ലെങ്കിൽ എന്തെങ്കിലും ഒരു വെട്ട് കഷ്ണം വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് അടിച്ച് നോക്കിയാലും ഒരു സ്വസ്ഥത കിട്ടുന്ന ഒരു മനസ്സ്, അതാണ് എൻ്റെ മനസ്സ്. എൻ്റെ സമാധാനത്തിനും സന്തോഷത്തിനും ഒരു അഭിമാനവും ഒരു വരുമാനവും എല്ലാം കൂടിയാണ് ഇപ്പോൾ ടൈലറിങ്. അത് ഈ ടൈലറിങ് അറിയണ ഒരുവിധം പേരോടൊക്കെ ചോദിച്ചാൽ അവർ പറയും, ഒന്നുമില്ലെങ്കിൽ ഒരു ചെറിയ ഒരു ഫ്രോക്കോ ഒരു നൈറ്റിയോ ഒന്നുമില്ലെങ്കിൽ ഒരു ചവിട്ടിയെങ്കിലും അടിച്ചാലായാലും ഒരു സ്വസ്ഥത കിട്ടും അങ്ങനെയുള്ളവർക്ക്. അപ്പോൾ അത് ആ ഫീൽഡിൽ നിൽക്കണവർക്ക് അത് പറഞ്ഞാൽ മനസ്സിലാവുള്ളൂ. അപ്പോൾ ഇതുപോലെ സാധാരണ പോലെ തന്നെ നിങ്ങളൊരു വലിയ സംശയം തീർക്കാനുള്ള ഒരു വീഡിയോ ആണ്. ഞാൻ എല്ലാം അറിഞ്ഞ ഒരാളല്ല, എന്നാലും എനിക്കുള്ള അറിവ് എൻ്റെ അടുത്ത് കൂടുതൽ പേര് കമൻ്റായിട്ട് അതുപോലെ വാട്സപ്പിൽ ചോദിക്കണ കാര്യങ്ങൾക്കുള്ള മറുപടിയാണ് ഞാൻ വീഡിയോ ആയിട്ടിടുക. അപ്പോൾ നിങ്ങൾക്കുള്ള സംശയങ്ങളൊക്കെ നിങ്ങൾക്ക് കമൻ്റായിട്ട് ചോദിക്കുക, അതല്ലെങ്കിൽ വാട്സപ്പിൽ ചോദിക്കുക, അതെല്ലാം നിങ്ങളെ ഇഷ്ടമാണ്. 92 078 15 205 അതാണ് എൻ്റെ നമ്പർ. ആ നമ്പറിലേക്ക് വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി. കോൾ ചെയ്താൽ എപ്പോഴും ഞാൻ അറ്റൻഡ് ചെയ്യൂല. നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് അയച്ചിട്ട് എൻ്റെ ഫ്രീ ടൈമിനനുസരിച്ച് എനിക്ക് അത് മെസ്സേജ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, പലരും പറയാറുണ്ട് നാട്ടിലുള്ളവരൊക്കെ നമ്മൾ നന്നായി പോവോ, ആരെങ്കിലും വാങ്ങിയാൽ നമ്മളെ ബിസിനസ് പച്ച പിടിക്കുമോ, അങ്ങനെയൊക്കെയുള്ള പേടിയുണ്ട്. ഫാമിലിയിൽ നിന്നായാലും ഫ്രണ്ട്സായാലും കൂട്ടത്തിലുള്ള ആരും തന്നെ വല്ലാതെ ഓർഡർ തരൂല, വല്ലാതെ വാങ്ങാറില്ല. അപ്പം ഞങ്ങൾക്ക് പുറമേക്ക് അറിയണമെന്നുണ്ടെങ്കിൽ പോസ്റ്റ് ചെയ്യാനും അതുപോലെ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആകാൻ പറ്റണം. ചിലർക്കൊക്കെ ഫോണിൻ്റെ യൂസിങ് റീസെല്ലിങ് എന്നൊക്കെ പറഞ്ഞാൽ ചിലരും കുറേ ആൾക്കാർ പൈസ പെട്ടിട്ടൊക്കെ പോയവരുണ്ട്. ശ്രദ്ധിച്ച് ചെയ്താൽ പൈസ മുടക്കാതെ വരുമാനം നേടാം. ശ്രദ്ധ പോയാലുള്ള പൈസയും കൂടി പോവുകയും ചെയ്യും. അതാണ് റീസെല്ലിങ്ങിൻ്റെ പ്രത്യേകത. അപ്പോൾ ആ സോഷ്യൽ മീഡിയയും അതുപോലെ തന്നെ മറ്റുള്ള ആളുകളെ ഫേക്ക് ആണോ റിയൽ ആണോ എന്നൊക്കെ നല്ലോണം എൻ്റെ പച്ച മലയാളത്തിൽ പറഞ്ഞാൽ നല്ലോണം കണ്ണന്തിരിവുള്ള ആൾക്കാർക്ക് മാത്രമേ റീസെല്ലിങ്ങിൽ പിടിച്ച് നിൽക്കാൻ പറ്റുള്ളൂ. അല്ലാത്തവർ വന്നിട്ട്, കാരണം ഒരുപാട് പേര് മെസ്സേജ് അയക്കാറുണ്ട് റീസെല്ലിങ്ങിൻ്റെ ആ വീഡിയോ കണ്ടിട്ട്. 60-70 വയസ്സുള്ളവരൊക്കെയാണ്, ഞങ്ങൾ വീട്ടിലിരിക്കുകയാണ് വെറുതെ അതൊന്ന് ചെയ്ത് നോക്കിയാൽ പൈസ മുടക്കാതെ ചെയ്യാമെന്ന് പറഞ്ഞതുകൊണ്ട് വന്നതാണ്. അപ്പോൾ പൈസ മുടക്കണ്ടെന്ന് കേൾക്കുമ്പോഴേക്കും നമ്മൾ ചാടി വീയരുത്. അങ്ങനെയാണ് ഒരുപാട് പേരെ പൈസ പോവാറുള്ളത്. ശ്രദ്ധിച്ച് ചെയ്താൽ മാത്രമേ അതിൽ നമുക്ക് വരുമാനം പറ്റുള്ളൂ, ഇല്ലെങ്കിൽ ഉള്ള കയ്യിലുള്ളതും കൂടി അങ്ങോട്ട് പോവും. അപ്പോൾ ഈ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഷോപ്പിലേക്ക് ഇപ്പം നമുക്ക് അടിക്കാനറിയാം, നമ്മളെ ഫാമിലിയിലും പെട്ടുള്ളവരും ഫ്രണ്ട്സുകളും ആരും നമ്മളവിടുന്ന് വാങ്ങൂല്ല, എന്നാലോ അടിക്കാൻ അറിയും ചെയ്യുക, മെറ്റീരിയൽ കിട്ടിയാൽ അടിച്ച് കൊടുത്ത് വരുമാനം നേടണം എന്ന് ആഗ്രഹമുണ്ട്. അങ്ങനെയുള്ളവർ എന്ത് ചെയ്യുക, നമ്മളെ തൊട്ടടുത്ത അങ്ങാടിയിലേക്കൊന്ന് ഇറങ്ങുക. എന്നിട്ട് അവിടെയുള്ള ടെക്സ്റ്റൈൽ ഷോപ്പുകളിൽ നേരെ ചെന്നിട്ട് അതിൻ്റെ മാനേജറോടാണ് ചോദിക്കണ്ട. അവിടെയുള്ള ഏതെങ്കിലും ഒരു 2-3 ഷോപ്പ് വെറുതെ ഒന്ന് സാധനം എടുക്കുകയാണെന്ന് ആണെങ്കിൽ ഒരു ഷോളോ എന്തെങ്കിലും ഒന്ന് വാങ്ങുക. എന്നിട്ട് അവിടെയുള്ള ഏതെങ്കിലും സ്റ്റാഫിനോടോ കാര്യങ്ങളോടോ ഒന്ന് ചോദിച്ച് നോക്കുക. അവർ വഴി അതിൻ്റെ മാനേജറോടോ കാര്യങ്ങളോടോ റെക്കമെൻഡ് ചോദിച്ചിട്ട്, ഞാനിവിടെ സ്റ്റിച്ച് ചെയ്തിട്ട് നൈറ്റി കൊണ്ടുവന്ന് തന്നാൽ നിങ്ങൾ വാങ്ങുമെന്ന് ചോദിക്കുക. അപ്പം എന്ത് ചെയ്യണം, ഒരു മോഡൽ കാണിച്ചു കൊടുക്കണമെങ്കിൽ നമ്മളെ ബാഗിൽ അപ്പം നമ്മൾ നന്നായിട്ട് വൃത്തിയിൽ സ്റ്റിച്ച് ചെയ്ത ഒരു 3 മോഡലിൽ സ്റ്റിച്ച് ചെയ്ത 3 നൈറ്റിയെങ്കിലും വേണം. നമ്മൾ തുണി കാണിച്ചു കൊടുത്തിട്ട് അല്ലെങ്കിൽ ഞാൻ സ്റ്റിച്ച് ചെയ്യുന്നോ പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്ക് അവർക്ക് എന്ത് ചെയ്യണം, എക്സാമ്പിൾ കാണിച്ചു കൊടുക്കാൻ നമ്മളെ കയ്യിൽ വേണം. അപ്പോൾ അത് ബാഗിൽ വെച്ചിട്ട് പോവാം. സ്റ്റിച്ച് ചെയ്തിട്ട് കടയിലേക്കൊക്കെ വാങ്ങണമെങ്കിൽ നല്ല പെർഫെക്ഷൻ വേണം. രണ്ടാമത്തെ അതിൽ നമ്മൾ പ്രൈസ് ടാഗ് അങ്ങനെ എന്തെങ്കിലും വെക്കണം. ഇല്ലെങ്കിൽ അത് ഷോപ്പിൽ നിന്ന് വെച്ചോളും. അല്ലെങ്കിൽ എന്ത് ചെയ്യണം, കവർ ചെയ്തിട്ട് നന്നായിട്ട് അയൺ ചെയ്തിട്ട് നല്ല വൃത്തിയിൽ മടക്കിയിട്ട്, നമ്മൾ വീട്ടിൽ നിന്ന് അടിച്ചു കൊടുക്കുന്ന പോലെയല്ല, ഷോപ്പിലേക്ക് അടിച്ചു കൊടുക്കുമ്പോൾ അതിൻ്റേതായിട്ടുള്ള മാന്യത്തിലും മര്യാദയിലും അടിച്ചു കൊടുക്കണം. പിന്നെ അതേപോലെ തന്നെ 3 സെറ്റ് വീതം വേണം താനും, ഒരേ പാറ്റേണിൽ. കാരണം കടയിൽ ചോദിക്കുക എങ്ങനെയാണ്,
എക്സൽ ഉണ്ടോ, ഡബിൾ എക്സൽ ഉണ്ടോ, അല്ലെങ്കിൽ ട്രിപ്പിൾ എക്സൽ ഉണ്ടോ, അല്ലെങ്കിൽ നമ്മളായാലും ഒരു സാധനം എടുത്താണ് കടക്കാരോട് നമ്മൾ പ്രത്യേകം ചോദിക്കുന്ന ഒരു ചോദ്യം എന്താണ്, ഇതിൻ്റെ മറ്റേ കളറുണ്ടോ, ഇതിൻ്റെ വേറെ കളറുണ്ടോ. അപ്പോൾ എന്ത് ചെയ്യണം, കടയിൽ നമ്മൾ കൊടുക്കുമ്പോൾ അത് 3 കളറിലോ 4 കളറിലോ ഒരേ മോഡൽ വേണം. അത് പല മോഡലിലായിട്ട് അടിച്ചു വെക്കുക. ഇന്ന് നമ്മളെ സമൂഹത്തിൽ ഏറ്റവും അധികം വർദ്ധിച്ചു വരുന്നൊരു രോഗമാണ് മാനസിക രോഗം, ടെൻഷൻ. ക്യാൻസർ മറ്റുള്ള രോഗങ്ങളെക്കാളും ഒരുപാട് പേര് പുറത്ത് പറയാതെ ഉള്ളിൽ വിങ്ങി നിൽക്കുന്ന ഒരു അസുഖം കൂടിയാണ് ഈ ടെൻഷൻ. നമ്മൾ നിസ്സാരാക്കി കളയേണ്ട പല മരണങ്ങൾക്കും പല എടുത്തുചാട്ടങ്ങൾക്കും പല കുടുംബങ്ങളുടെ തകർച്ചക്കൊക്കെ കാരണം ഈ ഒരു രോഗമാണ്. ഈ ഒരു രോഗം കൂടാൻ കാരണം തന്നെ എന്താണ്, ഒരുപാട് ടെൻഷനുകൾ, നമ്മൾ സ്ട്രെസ്സാണ് മുഴുവൻ നമ്മളെ മനസ്സിൽ. കാരണം പലവിധ കാര്യങ്ങളും ഇങ്ങോട്ട് തലയിൽ വെച്ചിട്ട് പുറത്ത് പറയാനും വയ്യ. അങ്ങനെ ഇങ്ങോട്ട് തല വിങ്ങി പൊട്ടിയാൽ അവസാനം ഒരു ബോംബായിട്ട് ഇങ്ങോട്ട് പൊട്ടിത്തെറിക്കുക. അപ്പോൾ നമുക്ക് അറ്റാക്കോ അതല്ലെങ്കിലും വേറെ എന്തെങ്കിലും തലേൻ്റെ ഉള്ളിലോ എന്തെങ്കിലുമൊക്കെ ആയിട്ട് മാറുകയാണ്. പ്രഷർ കൂടി, ഷുഗർ കൂടി, ഇതിൻ്റെയൊക്കെ കാരണം ഈ ടെൻഷൻ കൂടുന്നതുകൊണ്ടാണ്. അപ്പോൾ ഈ ടെൻഷൻ കൂടാൻ കാരണം എന്താണ്, നമ്മൾ വേറെ എന്തും നമ്മളെ മൈൻഡ് ഫ്രീ ആവാനുള്ള ഒന്നും നമ്മളെ കയ്യിലില്ല. അപ്പം മറ്റൊരാൾ നമ്മളെ അസുഖത്തിന് മരുന്ന് തരാൻ നോക്കണം മുന്നേ നമ്മൾ സ്വയം മരുന്നാവുക. അപ്പം ടെൻഷൻസിനും എല്ലാ കാര്യങ്ങൾക്കുമുള്ള ഏറ്റവും വലിയ ഇതാണ് കോൺഫിഡൻറ്റ്, ആത്മവിശ്വാസം. ആ ആത്മവിശ്വാസം നമ്മളെ കയ്യിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മളെ ഒന്ന് സ്നേഹിച്ച് തുടങ്ങണം. എല്ലാ കാര്യത്തിലും മറ്റുള്ളവരെ താല്പര്യം ഇത് മാത്രം നോക്കി നിൽക്കുന്നതിന് പകരം സ്വയം ഒന്ന് ഇറങ്ങണം. എത്ര എതിർത്ത് നിൽക്കണവരുണ്ടെങ്കിലും ഓൾറെഡി നമുക്ക് അത്രമാത്രം നമ്മൾ ആ കാര്യത്തിനോട് ആഗ്രഹിക്കുന്നുണ്ട്, അത്രമാത്രം നമുക്കത് ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ എങ്ങനെ എതിര് നിൽക്കണോലും ഒന്ന് ചാഞ്ചാടാതിരിക്കില്ല. അപ്പോൾ ഈ കാര്യമോ അതല്ലെങ്കിൽ ഏതെങ്കിലും ഒന്നായിട്ട് നിങ്ങളുടേതായിട്ടൊരു സ്വന്തമായിട്ടുള്ളൊരു വരുമാനം നേടാൻ എല്ലാവരും പരിശ്രമിക്കുക. പരിശ്രമിച്ചാൽ എന്തെങ്കിലും ചിലപ്പോൾ ഉടനെ തന്നെ മറുപടി കിട്ടിയില്ല എന്ന് വരും. വൈകി ആയാലും പരിശ്രമത്തിനുള്ളത് വിജയം തന്നെ ആയിട്ട് നമുക്ക് കയ്യിൽ കിട്ടുന്നുള്ള കാര്യം 100% ഉറപ്പാണ്. അപ്പോൾ ഷോപ്പിൽ പോയിട്ട് നിങ്ങൾ ആദ്യം തന്നെ റേറ്റ് പറയണ്ട. നിങ്ങൾക്ക് ഒരു തുണി വാങ്ങുന്നതിൻ്റെ അതിൻ്റെ കൊറിയർ ചാർജ്, നിങ്ങളെ സ്റ്റിച്ചിങ് ചാർജ് 150 രൂപ നിങ്ങൾക്ക് നൈറ്റിക്ക് സ്റ്റിച്ചിങ് ചാർജായിട്ട് കൂട്ടാം. ഇനി അത് പ്ലീറ്റഡ് അങ്ങനെയൊക്കെയുള്ള മോഡലുകളാകുമ്പോൾ അത് 250 ആക്കിയിട്ടും 200 ആക്കിയിട്ടും മാറ്റാം. അപ്പോൾ നിങ്ങളുടേതായിട്ടുള്ള തുണിയാകുമ്പം അതിൻ്റെ തുണിൻ്റെ റീറ്റെയിൽ പ്രൈസ് കൂട്ടുക, അതിനോട് സ്റ്റിച്ചിങ് ചാർജ് ആഡ് ചെയ്യുക, ഷിപ്പിംഗ് ചാർജ് ആഡ് ചെയ്യുക, ഒരു 20 രൂപ കൂടെ എക്സ്ട്രാ ഇട്ടിട്ട് ഒരു റേറ്റ് പറയുക. അങ്ങനെയാണ് നമ്മൾ നൈറ്റിക്ക്. ഇനി നമ്മളെ അടുത്തുനിന്ന് നമുക്കൊരാൾ തുണി കൊണ്ട് തന്നിട്ട് നിങ്ങൾ സ്റ്റിച്ച് ചെയ്ത് തരുമോ എന്ന് ചോദിക്കുമ്പോൾ ആ നൈറ്റ് സ്റ്റിച്ച് ചെയ്യണതിന് 180 രൂപ വാങ്ങുക, നമ്മളത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ 150 വാങ്ങുക. ആ രീതിയിൽ സ്റ്റിച്ചിങ് ചാർജും കൂടെ ആഡ് ചെയ്തിട്ട് കൊടുക്കുക. ഷോപ്പിൽ കൊടുക്കുമ്പം ഞാൻ ഈ റേറ്റിനാണ് കൊടുക്കാറുള്ളത്. ഈ റേറ്റിന് ഞാനിവിടെ വെക്കങ്ങൾ സെയിൽ ചെയ്യും. ഇപ്പം ചില ഷോപ്പുകാർ ഞങ്ങൾ വാങ്ങൂല, അങ്ങനെ പോകുമെന്ന് അറിയില്ല എന്നൊക്കെ പറയുകയാണെങ്കിൽ ഒരു 6 എണ്ണം അവിടെ കൊടുക്കുക. ഇത് ഞാനിവിടെ വെക്കാം, പോവുകയാണെങ്കിൽ നിങ്ങൾ പൈസ തന്നാൽ മതി എന്ന് പറയാം. ഫസ്റ്റ് കച്ചവടം പിടിക്കൽ അങ്ങനെയാണ്. അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ ഓൽക്കത് പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മളെ റേറ്റ് ബാർഗെയിൻ ഇട്ടിട്ട് പറയും ഈ റേറ്റാണ് എനിക്ക് വേണ്ടത്. ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളെ നാട്ടിലും നമ്മളെ ഫ്രണ്ട്സിൻ്റെ ഇടയിലൊന്നും സെയിൽ നടക്കണില്ലെങ്കിൽ മാത്രം ഷോപ്പ് നോക്കിയാൽ മതി. ഷോപ്പ് ഒന്ന് കിട്ടിയാൽ എന്താണെന്ന് വെച്ചാൽ എന്നേക്കുള്ളതായി. എന്നിട്ട് അവരോട് പറഞ്ഞിട്ട് 15 ദിവസം കൂടുമ്പോൾ ഞാൻ ഇത്ര വെച്ചിട്ട് തയ്ച്ചു തരാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ദിവസം വേണമെങ്കിൽ അങ്ങനെ ആഴ്ചയിൽ 15 പീസ് വെച്ചിട്ട് അങ്ങനെ വാങ്ങുന്നവരുണ്ട്. ദിവസം 3 4 അങ്ങനെയുള്ളവരുണ്ട്. അപ്പോൾ അതൊക്കെ ഓരോ ഷോപ്പിൻ്റെ കച്ചവടത്തിനനുസരിച്ചാണ് മറിയുക. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ കടയിലേക്ക് സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുപോകാനുള്ളതാണ് ഇതൊക്കെ എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ ബണ്ടിലാക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഒരേ മോഡലിൽ 6-7 കളറുള്ള മോഡലുണ്ടാവും, ഒരേ കളറുള്ളതുണ്ടാവും. ഇതൊക്കെ കടക്കാർ ഓർഡർ ചെയ്തിട്ട് നമ്മളോട് പറയുകയാണ് ചെയ്യുക, ഈ മോഡലിൽ ഇത്ര കളർ, ഇത്ര പീസ്, ഇത്ര ഇതിൽ വേണം, അങ്ങനെ പറഞ്ഞിട്ട് ഓർഡർ ഉണ്ടാവും. അതിനനുസരിച്ചാണ് ചെയ്ത് കൊടുക്കാറുള്ളത്. ഉണ്ടാവും ഒരേ മോഡൽ. ചിലർ പറയും ഡബിൾ എക്സൽ ഇത്ര പീസ്, ട്രിപ്പിൾ എക്സൽ ഇത്ര പീസ്. എത്രത്തോളം നീറ്റാക്കാൻ പറ്റുമോ അത്രത്തോളം വൃത്തിയിലും നീറ്റിലും സ്റ്റിച്ച് ചെയ്തിട്ട് കൊടുക്കുക. ഇതുപോലെ കവറിലായിട്ട് സ്റ്റിക്കറൊക്കെ പറ്റുന്ന പോലെ ചിലർ സ്റ്റിക്കർ വേണമെന്ന് പറയും, വേണ്ടാന്ന് പറയും. അതൊക്കെ കടക്കാരുടെ ഇഷ്ടം പോലെ ചെയ്യാം. പെർഫെക്ഷനും മോഡലും 3 മോഡലിലായിട്ടാണ് നിങ്ങൾ ആദ്യമായിട്ട് പോകുമ്പോൾ ചെയ്യേണ്ടത്. പിന്നീട് ആ ഷോപ്പിൽ ഏറ്റവും മൂവിങ് ഏതാണെന്ന് അവർ പറയും, അതിനനുസരിച്ച് നിങ്ങൾ ചെയ്ത് കൊടുത്താൽ മതിയാവും. നെക്കൊക്കെ വെക്കുമ്പോൾ അതിനനുസരിച്ചൊക്കെ റേറ്റും കാര്യങ്ങളും മാറ്റി വെച്ചിട്ട് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് എന്താണെന്ന് അറിയിക്കുക. ഇനിയും ഈ കാര്യത്തിലുള്ള സംശയങ്ങൾ നിങ്ങൾ കമൻ്റായിട്ട് തന്നെ ചോദിക്കുക.
അപ്പോൾ അതേ ഡൗട്ടുള്ളവർക്ക് അതും ക്ലിയർ ആവും. അതിൻ്റെ കൂടെ നമ്മളെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുകയാണെങ്കിൽ അതും കൂടി ഒന്ന് ചെയ്തിടാൻ മറക്കല്ല.